മണ്ടു ആ അതെ വിശന്നിട്ട് വയ്യ. അതെന്താ ഭക്ഷണം ആവാത്തത്? ഇപ്പാകും. അതെ വിശന്നിട്ട് വയ്യട്ടാ. അതൊന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. എന്ത് സ്പെഷ്യല്? ഏ എന്ത് സ്പെഷ്യല്? ഇത് ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവ. ഈ കുന്തം നോക്കി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല നിനക്ക് അറിയണത് വല്ലതും ഉണ്ടായിക്കൂടെ? എന്തേടാ ഓർമ്മ വെച്ച കാലം മുതൽ ഈ സാമ്പാറും മോര് കൂട്ടാനും തോരനും തന്നെയല്ലേ കഴിക്കണേ? വേറെ എന്തെങ്കിലും വേണ്ടേ മനുഷ്യന്? വല്ലാത്തൊരു കഷ്ടം. കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്തോ ഒരു കുന്തം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ വയറൊക്കെ ആകെ കേടുവന്നു. അതേട്ടന് ഗ്യാസ് ആയിരുന്നേ, വെറുതെ പറയണ്ട. എന്നെ വിട്. അച്ഛൻ അവിടെ വയസ്സായിട്ടിരിക്കുന്നുണ്ട്. അച്ഛന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാ കുഴപ്പം? അച്ഛന് ഇതൊക്കെയാണ് ഇഷ്ടം. ഇന്നിപ്പോ അച്ഛൻ എന്റെ അടുത്ത് എന്താ പറഞ്ഞേക്കണെന്നറിയോ? വൈകുന്നേരം കേക്ക് വേണമെന്ന്. ഇനിയിപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ നോക്കണം, സാധനങ്ങളൊക്കെ മേടിക്കണം. വന്ന് വന്ന് നിനക്ക് പൊടിയരിക്കഞ്ഞിയും പപ്പടം ചൂടാനും അടക്കപ്പോ ഇന്റർനെറ്റ് നോക്കണം. വലിയ കഷ്ടമാണത്. ഏട്ടനൊന്ന് പോയേ, ആകുമ്പോ ഞാൻ വിളിക്കാം. കണ്ടു വന്നപ്പോ മര്യാദക്ക് വായി കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് പകരം ഇനി ആ കുന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പ കിട്ടാനാണ്? വിശന്നിട്ടാണ് അങ്ങനെ കണ്ണു മൂക്ക് കാണാൻ വയ്യ. എന്താ സിനിമ കണ്ടോണ്ടിരിക്കുക? സിനിമ കാണാൻ പറ്റില്ല. ബഫർ ചെയ്ത് നിൽക്കണ. നെറ്റ് സ്ലോ. വെറുതെ 4G 5G എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുക്കാന്നല്ലാതെ. അത് ഈ കറണ്ടിന്റെ ബില്ല് നടക്കണം. അത് അച്ഛനല്ലേ കൊണ്ടുപോയി അടക്കാറ്. അച്ഛന് പോയി അടച്ചൂടെ അത്? എടാ എനിക്ക് പ്രായം എത്രയായി? അച്ഛൻ എത്ര പ്രായമെന്ന് മുത്തച്ഛനോട് ചോദിക്കും. അച്ഛന്റെ പ്രായം അറിയാമെന്നാണ് കാലത്ത്. ഞാനാണ് ഈ നെറ്റും കിട്ടണില്ല, സ്ലോ ആയിട്ട് പ്രാന്തായിട്ട് ഇരിക്കേണ്ട ഇവിടെ. എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തർക്കുത്തരം പറയണ എന്താ നീ? എന്താണ് അച്ഛൻ ഇപ്പൊ എന്താണ്? എനിക്ക് വയ്യാന്ന്. ഞാൻ ഇനി പുറത്തേക്ക് പോകണില്ലെന്ന്. അതുകൊണ്ടാ പറയണത്. നിന്നോട് പോയി അടയ്ക്കാനൊന്നുമല്ല, ഈ നെറ്റ് നോക്കിയിട്ട് അതിലടയ്ക്കാൻ പറയണതല്ലേ. കൊണ്ടാ ബില്ലുണ്ടാ? നീ സൈറ്റിൽ കയറണം. KSE ഇവിടെ. പിന്നെ കയറാതെ പിന്നെ അടയ്ക്കാൻ പറ്റുമോ? ATM കാർഡ് ഉണ്ടായില്ലേ? ATM കാർഡൊക്കെ ഉണ്ട്. നീ ആദ്യം പറയണത് എനിക്ക്. ഇത് ഓപ്പൺ ആകണമെന്നില്ല. ഓപ്പൺ ആക്കിയെന്നേ. അച്ഛനൊരു പണി, ആ വൈഫൈ ഓൺ ആണോ നോക്കി. അപ്പൊ ഇത് ശരിയാവില്ലേ? നെറ്റ് ഇല്ലാന്ന് ഇതില്. അതില് ഓണായി കിടപ്പുണ്ടാന്ന് നോക്ക്. ഞാൻ വല്ല കംപ്ലൈന്റ് ആണെന്ന് അറിയാനാണ്. ആ ലൈറ്റ് കത്തണ്ടാന്ന് നോക്ക്. അതിനും പാടില്ലേ? ഏത് ലൈറ്റ് കത്തണം? 2 കത്തി കിടക്കുന്നുണ്ട്. അച്ഛാ മൂന്നാമത്തെ ലൈറ്റ് കത്തണ്ടാന്ന് നോക്കാൻ. മൂന്നാമത്തേത് കത്തണില്ല. അപ്പൊ നെറ്റ് കിട്ടൂല. ഇതിലടക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. ഇതില് പറ്റൂല. നെറ്റ് ഇല്ലല്ല. ഞാൻ എങ്ങനെ അടക്കണ? പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പൈസ ചെലവാക്കാൻ നിൽക്കണത്? പൈസ അടച്ചിട്ട് എന്തായാലും ഇതിൽ വരണ്ടേ? ഞാനേ ഫോണില് ഹോട്ട്സ്പോട്ട് കിട്ടുമെന്ന് പോട്ടെ. അതിലുമില്ല. ഇത് എങ്ങനെ ജീവിക്കുന്നു സാധാരണക്കാരൻ? നെറ്റും ഇല്ല, ഒരു കുന്തോ ഇല്ല. ഞാൻ പൊളിക്കും ഞാനിതൊക്കെ. എടാ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. ഇന്നും ഇത് കൊണ്ടുപോയി അടച്ചില്ലെങ്കിൽ അവന്മാര് വന്നിട്ട് ഇതാ ലൈന് കട്ട് ചെയ്യും. പിന്നെ ഇവിടെ വെട്ടമുണ്ടാവില്ല, വിളിച്ചുണ്ടാവില്ല. ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര അച്ഛൻ ശരി. അപ്പൊ അമ്മടേം പോയാ? ഞാൻ നിങ്ങളുടെ ഈ മൊബൈലും ലാപ്പും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അടുപ്പിലിടും. അതല്ലാന്ന് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടും പോയി. ഇനിയിപ്പോ ഇത് അങ്ങനെ നിന്നും പോയി, എന്ത് ചെയ്യും? അപ്പൊ നെറ്റ് ഇല്ലെങ്കിൽ ഇന്ന് ഭക്ഷണല്ലേ? ഇവിടെ ഒരു സിനിമ കണ്ട് പകുതിക്ക് നിർത്തിയൊക്കെയാണ് അച്ഛന്റെ ഭക്ഷണം. ഏട്ടൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഈ ചോറ് എടുത്തിട്ട് അതിലേക്ക് ഇട്, അല്ലെങ്കിൽ വഴറ്റിയിട്ടുള്ള സാധനം ഒക്കെപ്പാട് എടുത്തിട്ട് ഈ കലത്തിലേക്ക് ഇട്. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെപ്പാട് കലക്കി കൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ചോളാം. എനിക്ക് വേണ്ടട്ടാ കൂതറ ഫുഡ്. സത്യോ എന്താ കണ്ട അച്ഛൻ വിശന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. എടി വയസ്സായ ആൾക്കാർക്കെങ്കിലും മര്യാദക്ക് കൃത്യസമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യണ്ട്. എന്താണ്? ഇതിന് നെറ്റ് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച അച്ഛൻ വിശന്നിട്ടാണ് ഈ മാതിരി വിളി വിളിക്കണതെന്നാ. വിശപ്പ് പിന്നെ സഹിക്കാം, നെറ്റില്ലാതെ എനിക്ക് പറ്റൂല മോനെ. അതെ, അച്ഛനോട് ഞാൻ എന്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ നീ എനിക്കൊരു മാട്ട് ഫോൺ മേടിച്ച. മാട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുതല്
മുത്തച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ ബനിയൻ എടുത്ത് ചാർത്തരുത്. ഇത് കണ്ടാച്ചാണത്. ദൈവമേ, അതെ എല്ലാവർക്കും കൂടെ വിഷം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ എവിടെയും കെട്ടി തൂങ്ങി ചാവും. എന്നെ കൂടെ ചെയ്യിക്കരുത്. ഫോൺ എന്താണ്? മോനെ സത്യ, ഞാനൊരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാശ് ഓൺ ഡെലിവറിയാണേ. അവരതായിട്ട് വരുമ്പോ കാശ് കൊടുത്തേക്കണം കേട്ടാ. എങ്ങനെ? ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്. ഫോൺ കൊണ്ടുവരുമ്പോ ആ പൈസ അടക്കണമെന്നാ പറയണ. അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ എന്റെ പണിയാ. ആര്? മുത്തച്ഛൻ തന്നെത്താനെ ചെയ്താണത്. ആര്? അച്ഛനോ? അതെ, ഇതൊന്ന് ശരിയാക്കി തന്നെ എന്തെങ്കിലും അച്ഛൻ ഉണ്ടാക്കാം. അമ്മ അത് ഇന്ന് ശരിയാകാൻ പോണില്ല. ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. നെറ്റ് വരുമെന്ന് ഓർക്കണ്ടാ, വേറെ പണി നോക്ക്. ഇതൊന്നും നോക്കാനല്ലോ, എല്ലാവരും വായു മുഴുങ്ങിയിരുന്നോ? ആ മന്മേട്ടാ, അതെ, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരുത്തിന് മുമ്പിലും നമ്മുടെ ആത്മാഭിമാനം വിട്ട് മന്മഥൻ ജീവിച്ചിട്ടില്ല. ഇത് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത്രയും നാൾ ജീവിച്ചത്. മന്മേട്ടാ, അതെ മോനെ, നെറ്റ് ഉണ്ടടാ? നെറ്റ് പോയി കിടക്കാനല്ല. വൈഫൈയോ? വൈഫൈ ഇല്ല, ഫോണിലും ഇല്ല. അമ്മടേം പോയി, മുത്തച്ഛന്റെയും പോയി, മൊത്തം പോയി. എന്റെ ഇതിൽ നെറ്റ് കിട്ടണില്ല, വൈഫിന്റെ ഫോണിൽ നെറ്റ് ഇല്ല, ഞങ്ങളുടെ വൈഫൈയും പോയി. ഇത് അത് 1 മാസമായിട്ട് ഇത് സ്ലോ ആണ്. ഇന്നതേ മൊത്തം പോയി. അതെ, എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടു നിൽക്കുകയാണ് ഞാൻ. എന്തേ? അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഈ പൗരത്വ നിയമത്തിനെതിരെ ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ അവന് മര്യാദയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അപ്പൊ അവൻ എനിക്കിട്ട് ചൊറിയാൻ വന്നത്. ഞാൻ അവന് കുറച്ചുകൂടി സഭ്യമായിട്ടൊരു മറുപടി കൊടുത്തു. മറുപടി ഇല്ലാതായപ്പോ അവൻ എന്നെ തെറി പറഞ്ഞു. ഇതിനകത്ത് തെറി അയച്ച് ഞാനുണ്ടല്ലോ, എനിക്ക് പറ്റണ എല്ലാ തെറിയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കാൻ ഇരുന്നപ്പോൾ ഈ സാധനം ഇല്ലാതായത്. ഈ നെറ്റ് പോയി. ഇതിപ്പോ എനിക്കത് അയക്കണം. എടാ, ഒന്ന് നിന്റെ ഇതിലുണ്ടോ? ഒന്നുമില്ല. എന്ത് തെറിയാ? അല്ല, ഇതുണ്ടോ കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ ഇല്ലാന്ന് അതല്ലേ ഈ പറയണത്. എന്താ പിന്നെ നീ വിളിക്കും? ഞാൻ അറിഞ്ഞുകൂടാത്ത ആള് എന്ത് തെറി വിളിക്കാനാണ്? എടാ, തെറി വിളിക്കാനല്ല, നെറ്റ് കിട്ടാത്ത എന്താണ് ആ കമ്പനിയിൽ വിളിക്കുന്നത്? അത് വിളിക്കാൻ ഞാൻ വിളിച്ചു വിളിക്കാനിരിക്കായിരുന്നു. കളിക്കുന്നവന്മാര് മനുഷ്യൻ ഓരോരോ ആവശ്യങ്ങൾ ഇതിൽ ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കുമ്പോ. ഹലോ ഹലോ, ഇവിടെ ഒന്നും നെറ്റ് ഇല്ലല്ലോ ഭായ്. എന്റെ സബ്സ്ക്രൈബർ നമ്പറാ 66621120. സത്യശീലൻ, മരോട്ടിപ്പറമ്പിൽ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? ഇപ്പൊ 1 മാസമായിട്ട് സ്ലോ ആണ്. ഇന്ന് കംപ്ലീറ്റ് പോയിക്കണം. വൈഫൈ ഇല്ല, ഫോണിലില്ല. ഇതെങ്ങനെ സാധാരണക്കാര് ജീവിക്കും? നിങ്ങൾ വരും എന്ന് പറഞ്ഞാ 1 മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടെ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു. ആളുകൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഞാൻ ഒരാളല്ലേ വിളിക്കണത്, ഞങ്ങൾ 5-10 പേര് കൂടിയിട്ടാ വിളിക്കണത്. വരും എന്ന് പറഞ്ഞ എങ്ങനെ? ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ? കറണ്ട് കാശ് അടക്കണം, ഭക്ഷണം വെക്കണം, 100 കാര്യങ്ങളുണ്ട് ഇത് വന്നിട്ട്. പതുക്കെ പറഞ്ഞ പോലെ. ഉറക്കെ പറയണം. ശരി. അവിടെ നെറ്റില്ല, ഓഫീസിലും നെറ്റില്ല. ഈ കറണ്ട് ബില്ലൊന്നും കൊണ്ടുപോയിട്ട് അടയ്ക്കോ? അച്ഛനോടല്ലേ പറഞ്ഞു, ഇവിടെ നെറ്റില്ലാതെ കൈയും കാലം തളർന്നിരിക്കയാണ്. ഒന്ന് പോയാച്ച ഒന്ന് നോക്കിയടാ ഒരു കാലൊന്ന് കൂട്ടി നോക്കിയടാ, ഒരു കട്ടയുടെ അംശം പോലും ഇല്ല. കറി വെക്കാൻ എന്ത് ചെയ്യുമെന്ന്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനിപ്പോ തെറി പകുതിയിലാക്കി എഴുതി വെച്ചേക്കതിന് ഞാനത് എന്ത് ചെയ്യും? എനിക്ക് അവനെ വിളിക്കാണ്ടൊരു സമാധാനവും ഇല്ല. കറി എത്ര വേഗം ചെയ്യട്ടാ മോളെ, കറിയില്ലേ പറ്റൂലാട്ടാ. ഇത് ഓണാവണ്ടേ? ആ സമയാസമയത്തിന് ആ കറണ്ട് ബില്ല് കൊണ്ടുപോയി അടച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കറണ്ട് വന്നാലും ഇങ്ങനെ ഇരുട്ടത്ത് തന്നെ ഇരിപ്പുണ്ടാവുള്ളൂ. അതിനാ നെറ്റ് ഇല്ലാതെ എന്ത് വെളിച്ചോ അച്ഛാ? അല്ല മുത്തച്ഛാ, നെറ്റ് ഇല്ലാതെ കറണ്ട് ഉണ്ടായിട്ട് എന്താ കാര്യമെന്ന്? ഒന്ന് വന്നാ മതിയായിരുന്നു. കറണ്ടാ? അല്ല, നെറ്റ്. നെറ്റൊന്നും ഇനി വരില്ല. കുരുത്തം കട്ട നെറ്റ് വരാതിരിക്കാൻ നല്ലത്. കരുനാക്ക് വിളിച്ചൊന്നും പറയില്ലേട്ടാ. ഒരു കണക്കിന് ഇത് പോയത് നന്നായി. എല്ലാരും ഒന്ന് കാണാൻ പറ്റില്ലോ മുഖാമോ. അല്ലെങ്കിൽ അച്ഛന്റെ റൂമിൽ ഇതാ മൊബൈൽ നോട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇവന്റെ റൂമിലുണ്ടാവും. നെയ്യ് ഫോണായിട്ട് അടുക്കളയിലുണ്ടാവും. ഞാൻ എന്താ ഇവിടെ കാവല് പുറത്ത് വല്ല പറയില്ലേ. ഞാൻ ഒരു മരവിപ്പാണ് ഇതില്ലെങ്കിലേ
ഒന്നും ചെയ്യാനും തോന്നൂല, ആകെ പോവാ ദിവസം. അതെ, ഇനിയിപ്പോ ഇന്നത് വരാനൊന്നും സാധ്യതയില്ല. നീ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം എടുത്ത് നോക്കി. അതിന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ? എന്താ? അതെന്താ? കറണ്ട് നെറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്? ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. കഷ്ടാണ് നോക്ക്. പ്യാരി, ഞാൻ ഓൺലൈനിൽ ആ ഭക്ഷണം ഓർഡർ ചെയ്ത്. ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് നെറ്റ് വേണ്ടേന്ന്. നെറ്റ് ഇല്ലാതെ ഒരു പണിയും നടക്കൂല, അത് പറഞ്ഞാ കേൾക്കൂലല്ലോ. അതിനെ പരാഗിയിരിക്കാണ്. ഇന്നേ പട്ടിണി കിടക്ക്. എന്റെ ദൈവമേ, വയറ് കത്തിയിട്ട് വൈകാട്ടാ. അപ്പൊ നെറ്റ് നമ്മുടെ വയറിന്റെയും കൂടി പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ നെറ്റില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നർത്ഥം. പ്രിയമുള്ളവരെ നമസ്കാരം. കാണാം, ആസ്വദിക്കാം.